यति भवति शक्तः प्रभवितुं न चेदेवं देवो न खलु कुशल स्पन्दितुमपि अदस्त्वामाराध्यां हरिहर विरिञ्जाति विरमी प्रणन्तुं स्तोतुं वा कथमकृत पुण्यः प्रभवति कथमकृत पुण्यः प्रभवति. എല്ലാ പി.വി. സ്വാമി സ്മാരക അവാർഡ് ഫംഗ്ഷനിലും സജീവ സാന്നിധ്യമായിരുന്നു പി.വി.ജി. ശ്രീ പി.വി. ചന്ദ്രനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രീ മോഹൻലാലിനാണ് ഇത്തവണത്തെ പുരസ്കാരമെന്ന് നിശ്ചയിച്ച നിമിഷം മുതൽ ഈ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പി.വി.ജി. ഒരാൾ ഇല്ലാതാവുമ്പോഴാണല്ലോ അയാൾ എത്രത്തോളം പ്രസക്തമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. തന്നെക്കാൾ താഴെയായി, തന്നെക്കാൾ ചെറുതായി ആരുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സ്നേഹത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായ പ്രിയപ്പെട്ട പി.വി.ജിയെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓർമ്മിക്കാം. ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. പി.വി. സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഒരുപാട് കാലങ്ങളായി പ്രസിദ്ധമായ മലയാളികളും വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ച വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച മഹത്തായ വ്യക്തികൾക്കാണ് കൊടുത്തു വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ അവാർഡ് ജൂറി സെലക്ട് ചെയ്തത് ശ്രീ മോഹൻലാലിനെയാണ്. സാഹസികതയോടെ കേരളത്തിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ പരന്നു കിടക്കുന്ന ട്രാൻസ്പോർട്ട് സമുച്ചയം ഉണ്ടാക്കാൻ 1958 തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ത്യ മൊത്തമായിട്ട് പരന്നു കിടക്കുന്ന ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ പ്രധാന നേട്ടം അതായിരുന്നു.
ഈ അവാർഡ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെ പ്രസിദ്ധമായ വ്യക്തികൾക്കാണ് കിട്ടിയത്. ഈ അവാർഡ് ഇന്ന് ഞങ്ങളെ ഏറ്റുവാങ്ങിക്കാൻ ലാലേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. ഈ അവാർഡ് കൊടുക്കാൻ ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹം ഇന്ന് നമ്മളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ മോഹൻലാൽ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ശ്രീ MK രാഘവൻ MP, ശ്രീ എളമരം കരീം MP, ശ്രീ MK മുനീർ MLA, ശ്രീ K സുരേന്ദ്രൻ, TV ബാലൻ, ശ്രീ സത്യൻ അന്തിക്കാട്, ശ്രീ MA മെഹബൂബ്, നിതീഷ്, ജയ്കിഷ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ അഭിമന്യ പിതാവ് PV സ്വാമി അവരുടെ സ്മരണ നിലനിർത്താൻ ഏർപ്പെടുത്തിയ PV സ്വാമി അവാർഡ് ഇക്കൊല്ലം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും ആദ്യമേ ആശംസകൾ അറിയിക്കട്ടെ. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇതൊരു കുടുംബ സദസ്സാണ്. ഞങ്ങളുമായി അടുത്ത ബന്ധമുള്ളവരാണ് വേദിയിലും സദസ്സിലും ഉള്ളത്. വ്യാവസായിക, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം പത്മശ്രീ മമ്മൂട്ടി ഈ അവാർഡ് ഏറ്റുവാങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വർഷങ്ങളിലൊക്കെ ഈ അവാർഡ് ദാന ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഗംഗയായിരുന്നു. എന്നാൽ ഏതാനും ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഗംഗ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. ശ്രീ മോഹൻലാലിന് അവാർഡ് നൽകുന്ന ഈ ചടങ്ങ് കഴിഞ്ഞ വർഷം തന്നെ സംഘടിപ്പിക്കുന്നതിന് ആലോചിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. സുഖമായിരിക്കുമ്പോഴും ഈ അവാർഡ്, അസുഖമായിരിക്കുമ്പോഴും ഈ അവാർഡ് നൽകുന്നതിനെ കുറിച്ച് പലതവണ ഗംഗ ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. മോഹൻലാലിന് അവാർഡ് നൽകുന്ന ചടങ്ങ് എന്നത് ഗംഗയുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഗംഗ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചടങ്ങ് നടത്താൻ വിധി അനുവദിച്ചില്ല എന്നേ പറയാനുള്ളൂ. ഗംഗ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ആ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഗംഗ ഉദ്ദേശിച്ചതുപോലെ പ്രൗഢഗംഭീരമായി തന്നെ അവാർഡ് ദാന ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അതിഥികളെല്ലാം ഇവിടെ എത്തിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പിതാവ് PV സ്വാമി അവർ എളിയ തോതിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി അത്യദാനത്തിലൂടെയാണ് KTC കമ്പനി പടുത്തുയർത്തിയത്. 1958 ഞാൻ ഗുരുവായൂർ കോളേജിൽ പഠിക്കുമ്പോഴാണ് കേരള ട്രാൻസ്പോർട്ട് കമ്പനി ആരംഭിച്ചത്. കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ എന്നെയും കൂടെ പാർട്ണറായി ചേർക്കുകയുണ്ടായി. കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടായിരുന്ന അക്കാലത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെയും സമർപ്പണത്തിലൂടെയുമാണ് അച്ഛനും ഞാനും ഗംഗയും ചേർന്ന് KTCയെ ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഞങ്ങളുടെ കമ്പനി വളർന്നുകൊണ്ടിരുന്നു. ഗംഗയുടെ നേതൃത്വത്തിൽ സിനിമാ നിർമ്മാണത്തിലും ഞങ്ങൾ മുന്നേറി. ഞങ്ങളുടെ സിനിമകളിൽ മോഹൻലാൽ പലതവണ സഹകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ശ്രീ മോഹൻലാലുമായി ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. മലയാളത്തിന്റെ നടനായി മാറിയ, മലയാളിയിൽ നെഞ്ചേറ്റിയ മോഹൻലാലിനെ PV സ്വാമി അവാർഡ് നൽകി ആദരിക്കാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ അവാർഡ് മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ MT വാസുദേവൻ നായരിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ
നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ട്രസ്റ്റിന്റെ പേരിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ PVG ആണ്. അതുകൊണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ പ്രത്യേക ഉണർവാണ്, അല്ലെങ്കിൽ എനർജിയാണ് നമുക്ക്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ചടങ്ങ് ഗംഭീരമായി നടത്തണം. ഇവിടെ ശ്രീ പി ചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പ് ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. പി സ്വാമി വളരെ ചെറിയ നിലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. പലർക്കും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചു. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നുപോയിട്ടാണ് ഈ സാമ്രാജ്യം വളർത്തിയെടുത്തത്. അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാം, അദ്ദേഹത്തിന് സ്ഥിരോത്സാഹിയാണ് അദ്ദേഹം. ഒരു സംഗതി നേടിയെടുക്കാൻ വേണ്ടി അതിന്റെ പുറകെ നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഗോൾഡ് റൈഡ്സ് ആരംഭിച്ചപ്പോൾ അവിടേക്ക് കോൺട്രാക്ടിന് വേണ്ടി വണ്ടികൾ വേണമെന്നുള്ള പരസ്യം അദ്ദേഹം കണ്ടു. അന്ന് അവര് സ്പെഷ്യൽ ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ രാജനെ ചെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു 100 ലോറികൾ ഉണ്ടെങ്കിലേ കരാർ നൽകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സാധാരണ ഒരു കേട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൾക്കാർക്ക് മടങ്ങിപ്പോകും. 100 ലോറി ഇല്ലല്ലോ, 4-5 ലോറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിട്ടില്ല. അതിന് കൂടെ തന്നെ കൂടി അവസാനം അദ്ദേഹം ആ കരാർ നേടിയെടുത്തു. എടുത്തത് മാത്രമല്ല 50 വണ്ടികൾ, 100 വണ്ടികൾ ഗോൾഡ് വാടകയ്ക്ക് നൽകി. പിന്നെ അദ്ദേഹം അത് ആ ലോറികൾ സ്വന്തമായി വാങ്ങിയിട്ടാണ് KTC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ കാര്യം അതൊരു എല്ലാ AICC സമ്മേളനത്തിലും പോകും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥാനം അവിടെ എപ്പോഴും ഉണ്ട്. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. ഹൈദരാബാദിലെ AICC സമ്മേളനത്തിന് അദ്ദേഹം പോയി. എനിക്ക് സമയത്തിന് നമുക്ക് കണ്ടൊരു ഫോട്ടോ ഉണ്ടല്ലേ, കട്ടിയുള്ള കതർ ഷർട്ടും അദ്ദേഹത്തിന്റെ ആകാര വടിവെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും ചോദിക്കില്ല. അദ്ദേഹം കടന്നുപോയി, പക്ഷെ എനിക്ക് കടക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പാസ് ചോദിച്ചു. അതേപോലെ എൻ്റെ കൂടെ വന്ന ആളാണ് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും അവനൊരു അർഹമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കർത്തവ്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഞാൻ എപ്പോഴും ഇവിടെ ഓർക്കുന്നത് കെന്നഡിയുടെ ഒരു ഫേമസ് ആയിട്ട് കോട്ടാണ്, "The world asked me why, but I asked the world why not." ലോകം എന്നോട് ചോദിക്കുന്നത് എന്ത്, ഞാൻ ചോദിക്കുന്നത് എന്താ പറ്റാത്തത്. അതുപോലെയായിരുന്നു PV സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സംഗതി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഞാനത് നേടിയെടുക്കുന്നുള്ള ഒരു മനോധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ അവാർഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സിനിമയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഓർക്കാറുണ്ട്. ചെറിയ കാലം മുമ്പ് തന്നെ സന്തൻ തിയേറ്റർ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആദ്യ ദിവസം അദ്ദേഹം ഉണ്ടാവും. ആ കയറി കിടക്കുന്ന ഫസ്റ്റ് കസേലയിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുണ്ട്. അതിനാൽ സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഞാൻ വൈവിധ്യമാർന്ന മേഖലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ താല്പര്യത്തെ കുറിച്ച് പറഞ്ഞു കൂടുതൽ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരെ സംസാരിക്കാനുണ്ട്. മോഹൻലാൽ എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്ന് ഞാനിവിടെ വിശദീകരിച്ചാൽ അത് ഏറ്റവും വലിയ അധിക പ്രശ്നമായി പോകും. കാരണം അദ്ദേഹത്തിന് ഏത് അവാർഡിനാണ് അർഹതയില്ലാത്തത്? എല്ലാ മേഖലകളിലും. അത് പറഞ്ഞതുപോലെ കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ അധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച എഴുത്തുകാരനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന MTU. മലയാളിയുടെ ഹൃദയാകാശത്തിൽ മിഴിവോടെ മുദ്രിതമായ 5 നക്ഷത്രാക്ഷരങ്ങളാണ് മോഹൻലാൽ. 4.5 പതിറ്റാണ്ടിലധികമായി ഈ 5 അക്ഷരങ്ങളും അത് കൂടിച്ചേരുന്ന പേരും കൂടുതൽ കൂടുതൽ തിളക്കത്തോടെ തലമുറകളുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നു. നടനത്തിൻ്റെ 100 ഭാവങ്ങളായി അത് തിളങ്ങുന്നു. നമ്മുടെ ഓർമ്മകളിൽ, വർത്തമാനകാല കിനാവുകളിൽ, ഭാവി സ്വപ്നങ്ങളിൽ എല്ലാം ഈ നടനും മനുഷ്യനുമുണ്ട്.
മോഹൻലാലിനെ മാറ്റി നിർത്തിയും മറന്നും മലയാളിക്ക് സാംസ്കാരിക ജീവിതമോ ചരിത്രമോ ഇല്ല. തൻ്റെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങളിൽ വിരിഞ്ഞ തിരനോട്ടം എന്ന സിനിമയിൽ 18-ാം വയസ്സിൽ ആദ്യമായി ചലിക്കും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന മോഹൻലാൽ പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറിയ നിമിഷങ്ങൾ വിരളം. വില്ലനായും അധോലോക രാജാവായും ഗായകനായും കാമുകനായും കഥകളി നടനായും നർത്തകനായും ഡോക്ടറായും അൽഷിമേഴ്സ് രോഗിയായും ഒടിയനായും ഗൂർഖയായും പട്ടാള മേജറായും ടൂറിസ്റ്റ് ഗൈഡായും വധശിക്ഷ കാത്തുകഴിയുന്ന കൊലയാളിയായും CID-യായും 6-ാം തമ്പുരാനായും നരസിംഹമായും എഴുത്തുകാരനായും MGR-ആയും മദ്യപാനിയായും പുലിമുരുകനായും എത്രയെത്ര വേഷങ്ങളിൽ ഈ നടൻ പകർന്നാടി. നടനത്തിൻ്റെ പൂർണ്ണ ശോഭയിൽ അയാൾ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമെന്ന് MT വാസുദേവൻ നായരാൽ വിശേഷിക്കപ്പെട്ടു. മലയാളിയുടെ പല തലമുറകൾ മോഹൻലാലിനൊപ്പം സഞ്ചരിച്ചു. മോഹൻലാൽ ആവാൻ കൊതിച്ചു. അനന്യമായ അഭിനയത്തിന് മുന്നിൽ നമിച്ചു. നമ്മുടെ തലമുറകൾക്ക് മോഹൻലാൽ സുരഭിലമായ കാലം തന്നെയായിരുന്നു. അഭിനയത്തിൻ്റെ പാഠപുസ്തകങ്ങളിലൂടെയല്ല മോഹൻലാൽ എന്ന നടൻ വിടർന്ന് വികസിച്ച് വളർന്നു വന്നത്. നടനത്തിൻ്റെ എല്ലാ വ്യാകരണങ്ങൾക്കപ്പുറത്തേക്ക് വളർന്ന ഭാവങ്ങളായിരുന്നു ഈ അഭിനേതാവ് നമുക്ക് തന്നത്. കിരീടത്തിലെ സേതുമാധവനായും സതയത്തിലെ സത്യനാഥനായും ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥനായും വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടനായും TP ബാലഗോപാലൻ MAയിലെ ബാലഗോപാലനായും സ്ഫടികത്തിലെ ആടുതോമയായും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയായും കിലുക്കത്തിലെ ജോജിയായും ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനായുമെല്ലാം മോഹൻലാൽ വന്നപ്പോൾ എഴുതി വെച്ചതിനപ്പുറം കഥാപാത്രം വളർന്ന് ആകാശം നിറയുന്നത് നാം കണ്ടു. കർണനായും ഭീമനായും ലാൽ നാടകത്തിന്റെ അരങ്ങിലെത്തിയപ്പോൾ പുതിയ ആവിഷ്കാരങ്ങൾക്കായുള്ള പ്രതിഭയുടെ ദാഹം നമ്മെ അത്ഭുതപ്പെടുത്തി. അഭിനയം മലയാളിക്ക് അനുപമമായ അനുഭവമായി. വ്യവസായിയും സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിനൊപ്പം നടക്കുകയും ചെയ്ത PV സ്വാമിയുടെ പേരിലുള്ള വ്യവസായ സാമൂഹിക സാംസ്കാരിക പുരസ്കാരം മോഹൻലാലിന് നൽകുമ്പോൾ പല തലങ്ങളിൽ അത് അർത്ഥപൂർണമാവുന്നു. PV സ്വാമിയുടെ മകനും യശശരീരനുമായ PV ഗംഗാധരൻ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച അഹിംസ ഈ നടന്റെ 10ാമത്തെ സിനിമയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ഒട്ടേറെ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചു. അതൊരു വലിയ ബന്ധമായി വളർന്നു. ആ ബന്ധം ഇപ്പോഴും പരസ്പര ആദരവോടെ തുടരുന്നു. കലയോടൊപ്പം വ്യവസായവുമായ സിനിമയിലാണ് മോഹൻലാൽ തന്റെ സമ്പാദ്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കാലാപാനിയും വാനപ്രസ്ഥവും പോലുള്ള സിനിമകൾ മോഹൻലാൽ എന്ന നടനും നിർമ്മാതാവും നഷ്ടങ്ങൾ മറന്ന് മലയാളിക്ക് നൽകിയ സംഭാവനകളാണ്. വെള്ളിത്തിരയിൽ പലതായി പകർന്നാടുമ്പോഴും മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിന്റെ ജീവൽ പ്രശ്നങ്ങളോട് ഈ നടൻ ഒരിക്കലും മുഖം തിരിക്കുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും പേരുകളിൽ അദ്ദേഹം ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ നിശബ്ദമായ ഒരു സ്നേഹ സേവന പ്രവാഹമായി നമ്മുടെ ഇടയിൽ തുടരുന്നു. ജീവിതത്തിൻ്റെയും പഠനത്തിൻ്റെയും ഇല്ലായ്മകളിൽ നിന്ന് ഒരുപാട് പേരെ അത് കൈപിടിച്ചുയർത്തുന്നു. നിത്യവിസ്മയമായി ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്ന മോഹൻലാലിന് PV സ്വാമി പുരസ്കാരം നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. മോഹൻലാലിനൊപ്പം ഈ പുരസ്കാരവും മാനിക്കപ്പെടുന്നു. തൻ്റെ 2ാം വീട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച കോഴിക്കോട് നഗരം മാനിക്കപ്പെടുന്നു. ഡോക്ടർ ആൽവ ജയകൃഷ്ണൻ.
നേതാവിനെ പൊന്നാട അണിയിക്കാൻ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട MP ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഹാരം ആഹ്ലാദവും അതേസമയത്ത് മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ദുഃഖവും തോന്നുന്ന ആ വേദിയിൽ ഇരുന്നുകൊണ്ട് ആണ് നമ്മൾ പ്രിയപ്പെട്ട മോഹൻലാലിനെ ആദരിക്കുന്നത്. വളരെ വിശദമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. നമ്മുടെ ഒരു കാരണസ്ഥാനീയനായിരുന്ന സ്വാമിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം സർവദാ യോഗ്യരായ ആളുകളുടെ കയ്യിലാണ് ഇത് എത്തിച്ചേർന്നത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൈസൂരിൽ ഇതിനടുത്ത ഏതൊരു സ്ഥലത്ത് എന്തോ ഒരാവശ്യത്തിന് പോയിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടൊരു ചെറുപ്പക്കാരൻ അയാൾ വന്ന് എന്നോട് സംസാരിച്ച് പരിചയപ്പെട്ടു. അദ്ദേഹം ഇന്നസെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന നടനായി. പിൽക്കാലത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു, കോഴിക്കോട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പുസ്തകം ഒന്ന് പ്രസാദനം ഞാൻ പറഞ്ഞു, അതിനെന്താ ചെറിയ പുസ്തകം, വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയപ്പോൾ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ. ഈ പ്രദേശത്ത് അദ്ദേഹം പുതുതായിട്ട് എത്തിയതാണ്, ഭാഷ അറിയില്ല. ഇതൊക്കെ ആയിട്ടും ആ പ്രദേശവുമായിട്ട് ഈ ഇന്നസെൻറ്റിന് നല്ല പരിചയം കിട്ടിയിരുന്നു. അതിന് കാരണം സ്വാമി മൂപ്പരാണ്. അദ്ദേഹം പല ആളുകളെയും പരിചയപ്പെടുത്തി. പിന്നെ ഈ പലതരത്തിലുള്ള ഉപജാപങ്ങൾ ചിലപ്പോൾ വ്യാപാരത്തിലുണ്ടാവും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അത് അദ്ദേഹത്തിന് മറക്കാൻ വയ്യാത്ത അനുഭവമായിട്ട് ഈ ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ പരിചയമുണ്ടായി. അങ്ങനെ എന്നും കുടുംബസ്ഥരുടെ, സ്വന്തം മക്കളുടെ, പേരക്കുട്ടികളുടെ എല്ലാവരുടെയും ഒരു രക്ഷാപുരുഷനായി വർത്തിച്ചിരുന്ന ആളാണ് PV സ്വാമി അവർ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുരസ്കാരം കൊടുക്കുന്നു. ആ പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങിൽ ഒരു പങ്കാളിയായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മിനി വായിച്ച ആ ഒരു നമ്മളെല്ലാ കഥാപാത്രത്തിലൂടെ ഈ സിനിമയിലെയും കടത്തിവിട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അഭിനയത്തെ മുഴുവനും നമുക്ക് മുമ്പിൽ നിരത്തിയ ആ ഒരു സൈറ്റേഷൻ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഒന്ന് മാത്രം, വെർസറ്റൈൽ എന്ന വാക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്
കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഉദാഹരണം, മോഹൻലാൽ ഈസ് എ വെർസറ്റൈൽ ആക്ടർ. അപ്പോൾ എന്തുണ്ടായിരിക്കും ആ ഒരു അഡോളസൻസിനിടയിൽ നിങ്ങൾക്ക് ഊഹിക്കാം. എന്തുകൊണ്ട് അവരായില്ല, എന്തുകൊണ്ട് ഇവരായില്ല എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇന്ന് നമ്മൾ കടന്നുപോയ പല കഥാപാത്രങ്ങളെയും എടുത്തുയർത്തിയിട്ട് ഒരു അഭിനയം നിങ്ങൾക്ക് മാറ്റി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ എന്നും വെർസറ്റൈൽ എന്തൊക്കെയാണെന്നും പറഞ്ഞു കൊടുത്തത് വിവരിക്കുന്നില്ല, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. PV സ്വാമി എന്ന മഹാമനുഷ്യനെ കുടുംബത്തിൽ ഡോക്ടർമാരില്ലായിട്ടും ആശുപത്രി തുടങ്ങാൻ ധൈര്യം കാണിച്ച, ഇന്നത്തെ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വാക്കുകളിൽ ദ മോസ്റ്റ് കറേജിയസ് എന്റർപ്രണർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് PV ഹോസ്പിറ്റൽ ഉണ്ടാവുന്നത്. അതൊരു ചരിത്രമായിരുന്നു വാസ്തവത്തിൽ. ആശുപത്രികൾ ഉണ്ടാക്കുന്നവരുടെ ലിസ്റ്റ് വേണം പരിശോധിച്ചാൽ. അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ കോഴിക്കോടിൻ്റെ പ്രത്യേകത വ്യവസായവും സിനിമയും സംഗീതവും സാഹിത്യവും കലയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു എന്നതും വ്യവസായികളൊക്കെ തന്നെ കലയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതുമാണ്. ഒരു സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്ന, സമത്വത്തിൻ്റെ കൂടെ മൂർത്തിമദ്ഭാവമായിരുന്ന ശ്രീ PV ഗംഗാധരനെ ഓർക്കുന്നതോടൊപ്പം മഹാനടനായ ഭരതം പത്മഭൂഷണം അവാർഡ് കിട്ടിയിട്ടുള്ള ഈ അവാർഡ് കൂടി വാങ്ങിച്ച നമ്മുടെ മഹാനടൻ, മലയാളത്തിൻ്റെ മഹാനടൻ, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മികച്ചത് ക്ലാസിക് എന്ന വാക്കിന് അർഹനായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം നിലനിൽക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി എൻ്റെ എല്ലാ തരത്തിലുള്ള ആദരവ് കൂടി അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഒരാളുടെ അഭാവം നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ PVG ആണ്. PVG നമ്മോടൊപ്പം ഈ ചടങ്ങിലില്ലെങ്കിലും PVGയുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായി ശിരസ് വയ്ക്കുകയാണ്. വ്യാവസായിക വാണിജ്യ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സ്വാമിയേട്ടനെക്കുറിച്ച് ഒരു ആമുഖത്തിന് ആവശ്യമില്ല. കാരണം കാലഘട്ടത്തിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. കമ്പ്യൂട്ടറില്ലാത്ത കാലഘട്ടത്തിൽ, മൊബൈലില്ലാത്ത കാലഘട്ടത്തിൽ, മാനേജ്മെൻറ്റ് ബിരുദം പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു വലിയ സാമ്രാജ്യം, വ്യാവസായിക ശൃംഖല ഇന്ത്യ മുഴുവൻ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ നാടും ജനങ്ങളും ഭരണാധികാരികളും എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് സ്വാമിയേട്ടിൽ നിന്ന് പഠിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ആ സ്വാമിയേട്ടൻ്റെ നാമധേയത്തിലാണ് മഹാനടൻ പത്മഭൂഷൺ ആദരണീയനായ മോഹൻലാലിന് ഈ പുരസ്കാരം സമർപ്പിച്ചിട്ടുള്ളത്. മലയാളികളുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, ലബ്ധപ്രതിഷ്ഠ നേടിയ, മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു ബിംബമായി, വിഗ്രഹമായി മോഹൻലാൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടും ഈ ഒരു തീരുമാനം, ജൂറിമാരുടെ തീരുമാനം എല്ലാ അർത്ഥത്തിലും ഉചിതമായി. തീർച്ചയായും ശ്രീ മോഹൻലാൽ ഇനിയും പടങ്ങളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മഹാനടനെ എല്ലാ ആയുരാരോഗ്യം നേരുന്നു. നന്ദി, നമസ്കാരം. നാം എല്ലാവരും ബഹുമാനിക്കുന്ന MT വാസുദേവൻ നായരിൽ നിന്ന് കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാനടൻ മോഹൻലാലിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. PV സ്വാമി, KTC, PV ചന്ദ്രൻ, PV ഗംഗാധരൻ എന്നെല്ലാം പറയുന്നവർ കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും അറിയാവുന്നവരാണ്. അവരെക്കുറിച്ച് കൂടുതലൊരു വിശേഷണം ഞാൻ പറയുന്നില്ല. ശ്രീ മോഹൻലാലിന് ഈ അവാർഡ് നൽകുന്നതിലൂടെ PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് അങ്ങ് വാനോളം ഉയർന്നു എന്നതാണ് ഇന്നത്തെ സവിശേഷത. ഒരു വാക്ക് മോഹൻലാലിനെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി ഒരു കടപ്പാട് വന്നത്, ഞാൻ
വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട കൈത്തറി തൊഴിലാളികളുടെ ഉൽപ്പന്നമായ കൈത്തറി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആ മേഖലയെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ആവശ്യപ്പെട്ടു. കൈത്തറി വസ്ത്രങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി അദ്ദേഹം സഹകരിക്കാൻ ഒരു അഭ്യർത്ഥന അന്ന് ഗവൺമെൻറ് നടത്തിയപ്പോൾ വളരെ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ അദ്ദേഹം നേരിട്ട് വന്ന് ഈ പാവപ്പെട്ട ആയിരക്കണക്കായ കൈത്തറി തൊഴിലാളികളെ സഹായിക്കുന്നതിന് തനിക്കുള്ള പ്രതിബദ്ധത, താല്പര്യം തുറന്നു പറയുകയും ചെയ്ത ആ സംഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇനിയും ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്കും സാഹിത്യ സംസ്കാരത്തിനും നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി. ഇന്ന് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിന് നമ്മളെല്ലാം സ്നേഹവാചനമായ MP വാസുദേവൻ നായർ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വാമി എന്ന് പറയുമ്പോൾ ഈ അവാർഡിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ അവാർഡ്. ഇത് എല്ലാ മേഖലകളിലും തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു PV സ്വാമി. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു, സാംസ്കാരിക രംഗത്ത് പ്രക്ഷോഭിച്ചു നിന്നിരുന്ന ആളുകൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അവാർഡ് നൽകി വരികയാണ്. ഇന്ന് ഈ അവാർഡിന് വേണ്ടി സാധാരണ ഒരു 2-3 മാസം മുമ്പ് ഒരു ശബ്ദം നമ്മുടെയൊക്കെ ചെവിയിലെത്താറുണ്ടായിരുന്നു. തീയതി കുറിച്ചതിനെ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട PV ഗംഗാധരൻ അല്ലെങ്കിൽ PVG ആയിരുന്നു. അത് വ്യക്തിപരമായി ഈ പരിപാടിക്ക് ഓരോ ആളുകളെയും വിളിക്കുകയും അവരുടെ തീയതി കുറിച്ചിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇത്തവണ അദ്ദേഹം നമ്മുടെ കൂടെയില്ല. ഈ പരിപാടിക്ക് ഇപ്രാവശ്യം വിളിച്ചത് ചന്ദ്രേട്ടനാണ്. പക്ഷെ ആ കുടുംബത്തെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നമുക്ക് അസൂയ തോന്നുന്ന, കാണുമ്പോൾ തന്നെ ഇമ്പം തോന്നുന്ന ഒരു കുടുംബമാണ് PV സ്വാമിയുടെ കുടുംബം. ഇത്രയും ആത്മബന്ധം ഈ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഇടയിൽ നമുക്ക് എവിടെയും ഇങ്ങനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാതൃകാ കുടുംബം ഏത് എന്ന് ചോദിച്ചാൽ കോഴിക്കോടിന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കുടുംബം PV സ്വാമിയുടെ കുടുംബമാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാനാകും. ആ പേരിലുള്ള അവാർഡ് സഹസ്രശാഖികൾ വിരിച്ചു നിൽക്കുന്ന ഒരു അരയാഴി മരത്തിന്റെ പ്രൗഢാനുഭവി ഒരു നടനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കണ്ണുകൊണ്ട് മാത്രം അഭിനയിച്ച് എത്ര പടങ്ങളുണ്ട്. തിളക്കമുള്ള കണ്ണുകൾ കൊണ്ട് അദ്ദേഹം അഭിനയിച്ച പടങ്ങൾ തന്നെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത പടങ്ങൾ. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോഴേക്കും ആ കഥാപാത്രമായി മാറുന്ന മോഹൻലാലിനെ പലപ്പോഴും പല സെറ്റുകളിലും ചെന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ PV സ്വാമിയുടെ ഈ പേരിലുള്ള അവാർഡ് തന്നെ അങ്ങ് വാനോളം ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയും ഇല്ല. ഒരു മലയാളിയുടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മഹാനടനായി മാറിയിരിക്കുന്നു. നമുക്ക് ഇന്ത്യയോളം വളർന്ന ഒരു നടന്റെ വേരുകൾ കേരളത്തിലാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ.
അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ പിതാവുമായി വളരെ ആത്മബന്ധമായിരുന്നു. എൻ്റെ പിതാവ് മന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു മോഹൻലാലിൻ്റെ പിതാവ്. അങ്ങനെ ഒരു കുടുംബപരമായിട്ടുള്ള ആത്മബന്ധം കൂടി അദ്ദേഹവുമായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാസുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് എംപിയിൽ നിന്ന് വ്യക്തിയിലെ എത്രയോ കഥാപാത്രങ്ങളെ സമ്പന്നമാക്കിയ മോഹൻലാൽ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള എംപിയിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്ന നയനമനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ. ഇന്ന് ലോകം കീഴടക്കിയ ഒരു മഹാപ്രതിഭയായത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. അതുപോലെ തന്നെയാണ് MTയുടെ കാര്യം മലയാള സാഹിത്യത്തെ സംബന്ധിച്ച്. ഞാൻ മറ്റ് കൂടുതൽ സംസാരങ്ങളിലേക്ക് പോകുന്നില്ല. കോഴിക്കോട് നഗരത്തിന് ഇന്നൊരു ഭാഗ്യത്തിൻ്റെ ദിനമാണ്, ഒരു അഭിമാനത്തിൻ്റെ ദിനമാണ്. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം ബഹുമാന്യനായ പ്രിയപ്പെട്ട മോഹൻലാലിന് ഇവിടെ വെച്ച് ഈ പുരസ്കാരം സമർപ്പിച്ചു. തീർച്ചയായും നിങ്ങളെപ്പോലെ എനിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ വിജയാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. മോഹൻലാലിനെ പറ്റി ഒരുപാട് പേര് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എത്ര സംസാരിച്ചാലും തീരാത്ത, എത്ര വായിച്ചാലും മതിയാകാത്ത മനോഹരമായൊരു പുസ്തകമാണ് മോഹൻലാൽ. ഒരു അഭിനേതാവ് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും മോഹൻലാലിനെ അടുത്തറിയാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ PV സ്വാമി പുരസ്കാരം അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള മികവിന്റെ അടയാളം മാത്രമല്ല, മോഹൻലാൽ എന്ന മനുഷ്യ സ്നേഹിക്ക് അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തിന് ഉള്ള അവാർഡ് കൂടിയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. സിനിമയിൽ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗ്യങ്ങളെ പറ്റി ഞാൻ പലപ്പോഴും പറയാറുള്ളത്. അതിലൊന്ന്, ഒരുപാട് ആൾക്കാർ പറയാറുള്ള പോലെ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കാറുള്ള പോലെ തന്നെ യേശുദാസ് എന്ന അതുല്യ ഗായകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ സാധിച്ചതാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംഗീതജ്ഞനായ ഇളയരാജയോടൊപ്പം കുറെ സിനിമകൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചു. PVG എന്ന് വെച്ചാൽ അച്യുവിന്റെ അമ്മ അടക്കം ഒരുപാട് പടങ്ങൾ ഇളയരാജ സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചു. മൂന്നാമത്തെ ഭാഗ്യം, മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എത്ര തവണ അഭിനയിപ്പിച്ചാലും കൊതി തീരാത്ത നടനാണ് മോഹൻലാൽ. മോഹൻലാലിന് ഇനിയും ഒന്നിച്ചുള്ള യാത്രകൾക്ക് എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രശസ്തനായ പുതിയ തലമുറക്ക് എന്തുകൊണ്ടും മാതൃകയായ ഒരു എൻ്റർപ്രണർ ശ്രീ PV സ്വാമിയുടെ നാമധേയത്തിൽ കേരളത്തിൽ കണ്ട മഹാപ്രതിഭ മോഹൻലാലിന് കേരളത്തിൻ്റെ മറ്റൊരു മഹാപ്രതിഭ MT വാസുദേവൻ നായർ അവാർഡ് നൽകുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് ഇനിയും ഒട്ടനേകം ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങ് മുൻപ് സംബന്ധിച്ചപ്പോഴൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ഈ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് ഓർമ്മിപ്പിക്കുന്ന PVGയെ അനുസ്മരിക്കാതെ ഈ വേദിയിൽ നിൽക്കാനാവില്ല. PVGയും KTC കുടുംബവും ചന്ദ്രേട്ടനും നിതീഷും എല്ലാം മലബാർ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്കും വളരെ സജീവമായി ഈ കുടുംബം മുഴുവൻ ചേംബറുമായി വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. PVGയുടെ സ്മരണക്കങ്ങളിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ടും
എൻ്റെ സംസാരം നിർത്തുന്നു. നമസ്കാരം. My Malayalam is slightly broken till there only. Koracha Mansalao. I'll stick to English. A very good evening to ladies and gentlemen here and the august dignitaries sitting on the dais. A lot of legends and in their own field who are sitting in front of us to honor Padma Bhushan Lieutenant Colonel Mohanlal. Everyone has spoken about the film industry and how Sir is a versatile actor. He's also, apart from being a real hero, REEL, he's also a real hero as a part of the 122 Infantry Battalion of the Territorial Army of the Madras Regiment, which I'm presently commander. I've had a very small interaction with Colonel Mohanlal. When I joined this battalion, I was honored to be part of an organization in which we had such a renowned legend as Colonel Mohanlal, who's in the heart of millions of Indians, especially all Malayalis. I have seen photographs of Sir in the unit carrying out training with the boys, rubbing shoulders, sweating it out in very difficult conditions, which majority of even officers would say, "Itna nahi karna, thoda kam karo" karke. I've seen him loading mortar bombs onto an 81mm mortar, sitting behind a medium machine gun, taking aim, going on runs with our troops, carrying out different kinds of training when the battalion was previously located in Kannur. This is the first time that Sir has graced us in Calicut, and I'm sure that he will take some time off to meet us in Vessel Barracks. It's our new home, and hopefully for a longer period. The mayor had brought out that Sir is a versatile actor. I would like to say that he's not just a versatile actor, he's a versatile army officer as well as a versatile and a wonderful human being. I think one of the biggest achievements, if I could lay it down, is despite his amazing achievements, he is really humble and down to earth and very warm to the people that he meets. I wish you more success in days to come, sir, and more glory in days to come. I also thank the organizers, PV Swami group, to have invited us for this gathering. We see a lot of soldiers also in army uniform here. PVS has been related to the Indian Army because a lot of veterans from the Army get treated in PVS hospitals through the ex-servicemen contributory health scheme. And recently with this association, they've also assured us that wherever 122TA needs to move, the Kerala Transport Corporation that is under the PVS group would help us with the transportation with their trucks. Thank you so much for that, sir. I thank you all once again, and I congratulate sir for the lovely award and your astounding achievements in the field of movie industry as well as I would say the Indian Army also. Thank you so much. എനിക്കിത് ഒരുപാട് സവിശേഷതകൾ ഒത്തുചേർന്ന സന്തോഷകരമായ നിമിഷമാണ്. ഞാനേറെ അടുത്തറിഞ്ഞ എന്നോട് പിതൃനിർവിശേഷമായ വാത്സല്യം കാണിച്ച PV സ്വാമിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് അതിൽ ആദ്യത്തേത്. അദ്ദേഹമുള്ള കാലത്ത് തന്നെ ചന്ദ്രേട്ടനും PVജിയും എല്ലാമുള്ള ആ കുടുംബം സ്വന്തം കുടുംബം പോലെ തന്നെ എനിക്ക് അടുപ്പമുള്ളതായിരുന്നു. ഈ പുരസ്കാരം മലയാള സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും ആചാര്യനായ MT വാസുദേവൻ നായരിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം. മൂന്നാമത്തേത് ഞാൻ ഗംഗേട്ടൻ എന്ന് വിളിച്ചിരുന്ന PVജിയുടെ സ്നേഹം
ഈ പുരസ്കാരത്തിൽ പുരണ്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം നിർമ്മിച്ച അഹിംസ എൻ്റെ 10ാമത്തെ സിനിമയായിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഈ മണ്ണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം ഏറ്റതാണ് എന്നത് സന്തോഷത്തെക്കാൾ എന്നെ അഭിമാനിപ്പിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ 2ാം വീടായി കരുതുന്ന കോഴിക്കോട്ട് വെച്ചുമാണ്. ഈ ആഹ്ലാദങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കോവിഡ് പടർന്ന് പിടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത്. തുടർന്ന് ലോകം ആകെ നിശ്ചലമായി, മഹാമാരി മാറി, ലോകം തുറന്നു കൊടുത്തപ്പോൾ നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും എൻ്റെ ജോലിയുടെ ഭാഗമായി യാത്രയിലായി. പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് വെച്ച് തന്നെ വേണം ഈ പുരസ്കാര ദാനം എന്നത് മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തുക അസാധ്യമാക്കി. പലതവണ ഒരു തീയതി കണ്ടെത്താൻ ഞാനും ഗംഗേട്ടനും ചേർന്ന് ശ്രമിച്ചു. അതിനിടയിലായിരുന്നു ഗംഗേട്ടൻ്റെ വിയോഗം. ഗംഗേട്ടനെല്ലാം കണ്ട് സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ അരികിൽ നിൽപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പുരസ്കാരം വാങ്ങിയതും ഇപ്പോൾ സംസാരിക്കുന്നതും. ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച കാലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഗംഗേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. എനിക്ക് മുന്നേ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണിത് എന്നെനിക്കറിയാം. അക്കൂട്ടത്തിൽ എനിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കയുമുണ്ട്. ഏത് മേഖലയിൽ ഉള്ളവരായാലും പുരസ്കാരങ്ങളെല്ലാം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതയോടെയും നമ്മുടെ കർമ്മം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നവയാണ്. അതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി സിനിമയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് മോഹിച്ചും അലഞ്ഞും നടന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. എന്നേക്കാൾ അതിൽ റോളുള്ളത് എൻ്റെ കൂട്ടുകാർക്കാണ്. അവരാണ് എന്നെ മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തള്ളിവിട്ടത്. അവരാണ് അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് താങ്ങായത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയെല്ലാം ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളെ പോലെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ പുരസ്കാരവും. സിനിമയിൽ എത്തിയതിനു ശേഷമുള്ള എൻ്റെ കലാജീവിതം കാലത്തിനൊത്തുള്ള ഒരു ഒഴുക്കായിരുന്നു. ഈ വേദിയിലുള്ള MT സാറിനെയും സത്യൻ അന്തിക്കാരനെയും പോലുള്ള ഒരുപാട് പ്രതിഭകളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. വലിയ എഴുത്തുകാരും സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് ഞാൻ എന്ന നടനെ സൃഷ്ടിച്ചത്. അവർ സൃഷ്ടിച്ചൊരുക്കിയ കഥാപാത്രങ്ങളാണ് എന്നെ കൈപിടിച്ച് നടത്തിയത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു, ഞാൻ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയല്ല, അവർ എനിക്ക് ജീവിതം നൽകുകയായിരുന്നു എന്ന്. എന്നിലെ നടനെ ആ കഥാപാത്രങ്ങളെല്ലാം ചേർന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിനൊപ്പം പ്രാധാന്യത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി എന്നെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങളെന്നിൽ നിക്ഷേപിച്ച വിശ്വാസവും എനിക്ക് നൽകിയ ആവേശവും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ദീർഘദൂരങ്ങൾ താണ്ടാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാൻ എന്നെ സഹായിച്ചു. അഭിനേതാവ് എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ നേട്ടങ്ങളും നിങ്ങളോടുകൂടിയതാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴും ഞാൻ യാത്ര തുടരുന്നത്. എത്രയോ അഭിമുഖങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എത്ര കാലം താങ്കൾ ഈ രംഗത്തുണ്ടാകും എന്ന്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയോടല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും ഞാൻ അജ്ഞാതനാണ്. കാലവും നിങ്ങളും കൂടെ നിൽക്കുന്ന കാലത്തോളം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഒരിക്കൽ കൂടി ഞാൻ ആദരണീയനായ PV സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ഓർക്കുന്നു. പ്രിയപ്പെട്ട ഗംഗേട്ടനെ ഓർക്കുന്നു. ഈ പുരസ്കാരത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ചന്ദ്രേട്ടനോടും നിഷീദിനോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ഈ നല്ല മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എത്തിയ നിങ്ങൾക്ക് ഇവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Good evening to one and all. On behalf of PV Swami Memorial Trust, it's my pleasure and honor to convey the vote of thanks. The PV Swami Memorial Industrial and Socio-Cultural Award is presented
annually to personalities who have been made outstanding contributions to the industrial and socio-cultural world. And this year, a most deserving person has been honored with this award. An actor par excellence who has changed the face of Indian cinema, and one who is also equally well known for his philanthropic entrepreneur, Sri Mohanlal. From the bottom of my heart, I express my sincere thanks and gratitude to you, sir, for being here today. I thank Mr. P.V. Nitish for his warm welcome address and Mr. P.V. Chandran for the presidential address. Sri M.V. Shreyans Kumar, jury chairman and managing director of Mathrubhumi, is like one among the KTC family. Thank you, sir, for elaborating on the P.V. Swamy Award. Next, I would like to thank Mrs. P.V. Mini Rajesh for reciting the citation. I thank Dr. Bina Philip, Mayor, Calicut Corporation, for presenting the citation. It's with great pleasure that I thank Mr. M.K. Raghavan, MP, for adorning the Ponnada, and Mr. Elamaram Karim, MP, for presenting the bouquet. Thank you, Mrs. Shegina and Sherga, for garlanding the awardee. On behalf of P.V. Swamy Memorial Trust, let me thank Padma Bhushan M.T. Vasudevan Nair for the presentation of the award. I express my heartfelt thanks to Mr. M.K. Munir, MLA, Sri K. Surendran, State President, BJP, Sri T.V. Balan, State Council Member, CPI, Mr. Satyan Andikad, Film Director, and Mr. M.A. Mehboob, President, Malabar Chamber of Commerce, for the felicitation. We have with us 122 Infantry Battalion Territorial Army of Madras Regiment, who has come to witness this, their Lieutenant Colonel receive this prestigious award. I thank you all for your presence. A word of gratitude to the directors of Sri Kandeshwara Kshetra Yogam, office bearers and the staff for providing the Sri Narayana Centenary Hall for this function. I would like to express my appreciation to the MC, Ms. Sarita, PGS Sounds, Mr. Preman, Lavish Media, Mr. Lalu, Video and Skills, Mr. Mahendran, Stage Arrangements, Mr. Salim, and Floor Decorations, Mr. Gerald. I thank the members of the press, police, and the support staff of KTC and their sister concern for their cooperation in organizing this function. Special thanks to PVS Sunrise Hospital for providing medical help desk. I would like to take my time in thanking all the members of the KTC family who has been wholeheartedly involved in organizing this function. A special mention of gratitude to my niece, Mrs. Parvati Sajeev, for starting off this function on an auspicious note with her beautiful voice. Last but not the least, I thank each and every one of you who have accepted our invitation to attend this function. Thank you and Jai Hind. Most welcome.